ഒരു മതിൽക്കെട്ടിനുള്ളിൽ തന്നെ ഇത്രയേറെ ശ്രീകോവിലുകൾ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രം വളരെ അപൂർവമാണ്. ഈ ശ്രീകോവിൽ സമുച്ചയത്തിൽ പ്രധാന ശ്രീകോവിൽ ശ്രീ വാമനമൂർത്തിയുടേത് തന്നെ. തൃക്കാക്കരയപ്പൻ്റെ തെക്കും വടക്കുമായി ഗണപതിയും ശാസ്താവും പടിഞ്ഞാറ് വശത്ത് ഗോപാലകൃഷ്ണനും കുടികൊള്ളുന്നു. തെക്കുവശത്ത് പരമശിവൻ, പാർവതി, ദുർഗ, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി എന്നിവരുടെ ശ്രീകോവിലുകളും കാണാം. തെക്കുവശത്തെ ശിവലിംഗം മഹാബലിയുടെ പൂജാബിംബമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. പെരുമാക്കന്മാരുടെ ഭരണകാലത്താണ് തൃക്കാക്കര ഉത്സവം ചിട്ടപ്പെടുത്തിയത്. കേരളം കണ്ട ഏറ്റവും വലിയ ഉത്സവമായിരുന്നത്രേ ഇക്കാലത്ത് നടന്നിരുന്നത്. അന്ന് കേരളത്തിലെ 64 ഗ്രാമത്തലവന്മാരും നാടുവാഴികളും മാടമ്പിമാരും ഇടപ്രഭുക്കന്മാരും സാമാന്യ ജനങ്ങളും ഈ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നു. 28 ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഉത്സവം. കർക്കിടക തിരുവോണത്തിന് കൊടിയേറി ചിങ്ങത്തിലെ തിരുവോണത്തിന് കൊടിയിറങ്ങുന്നതായിരുന്നു ഉത്സവ ചടങ്ങുകൾ. അത്തം ഉത്സവം കൊച്ചി രാജാവും സാമൂതിരിയും ചേർന്ന് നടത്തണം എന്നതായിരുന്നു വ്യവസ്ഥ. ഇങ്ങനെ നടക്കുന്ന ഓണാഘോഷത്തിന് മലയാളക്കരയിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും തൃക്കാക്കരയിൽ എത്തണമെന്നുണ്ടായിരുന്നു. പെരുമാൾ ഭരണത്തിന്റെ അവസാനത്തോടെ കൊച്ചി രാജാവും സാമൂതിരിയും തൃക്കാക്കര ഉത്സവം നടത്തിപ്പോന്നു. അവരുടെ ശക്തിയും ക്ഷയിച്ചതോടെ തൃക്കാക്കര വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരുന്നു.